പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമയുണ്ട്. എന്താ ഇതിന്റെ വ്യത്യാസം? എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം? ഗവൺമെന്റ് ലെവലിൽ വളരെ ഫീസ് കുറച്ചുകൊണ്ട് എങ്ങനെ ഈ കോഴ്സുകൾ നമുക്ക് പഠിക്കാം? ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം വിദ്യാർത്ഥികൾ സയൻസ് കഴിഞ്ഞ് മാർക്കൊക്കെ ഉണ്ടായിട്ടും അവർക്ക് പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പാരാമെഡിക്കൽ കോഴ്സിന് പോകുന്നത് കാണാം. നമുക്ക് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. LBS മുഖാന്തരമാണ് ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. ഏതൊക്കെയാണത് അറിയാലോ? BSc നഴ്സിംഗ് ഉണ്ട്, BSc MLT ഉണ്ട്, BSLP ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 15ഓളം വരുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. 7-ാം തീയതി വരെ, ജൂൺ 7 വരെ അതിന്റെ പ്രോസസ്സ് നടക്കും. ഞാനിവിടെ സംസാരിക്കുന്നതിനപ്പുറത്ത് ഡിപ്ലോമ കോഴ്സുകൾ കൂടെ ഉണ്ടെന്ന്. ആ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കോഴ്സിലേക്ക് പോകാതെ ഈ LBS വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പക്ഷേ അതിന് അവർ ക്ഷണിക്കുന്നത്, LBSൽ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് ഏകദേശം ജൂൺ ലാസ്റ്റൊക്കെ ആവും. ആ ജൂൺ ലാസ്റ്റിൽ വരുന്ന നമ്മുടെ ഏതൊക്കെയാണ് ആ ഡിപ്ലോമ കോഴ്സുകൾ, എവിടെയൊക്കെയാണ് അത് പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സയൻസ് ബയോളജി ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് അപേക്ഷിക്കാൻ പറ്റുമെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഡിഗ്രി കോഴ്സിനും ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കൊന്ന് നോക്കാമല്ലോ ഏതൊക്കെയാണ് ഡിപ്ലോമ കോഴ്സുകൾ എന്നുള്ളത്. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി DRT, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി DNT. ഈ ഡിപ്ലോമകൾ ഏകദേശം 20ഓളം ഡിപ്ലോമകൾ ഉണ്ട്. ഈ ഡിപ്ലോമകളിലൊക്കെ ഡെന്റിസ്ട്രിയിൽ വരുന്നുണ്ട്, കാർഡിയോവാസ്കുലറിൽ വരുന്നുണ്ട്, അതുപോലെ MLTയിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഡിപ്ലോമകൾക്കും LBS തന്നെ അപേക്ഷ ക്ഷണിക്കുകയും നമുക്ക് മെഡിക്കൽ കോളേജുകളിലും മറ്റും തന്നെ ഇതിനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ സീറ്റേ ഉള്ളൂ. പക്ഷെ അതിനുകൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ GNM എന്ന് പറയുന്ന ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി ഇല്ലേ, ഈ സംഭവത്തിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് വേറെ രീതിയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. ഉദാഹരണത്തിന് ഇത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അംഗീകാരമുള്ളത് ലഭിക്കാൻ ഡിഗ്രിയുണ്ട്, ഒപ്പം ഡിപ്ലോമയുണ്ട്, ഇനി GNM സാധ്യതയുണ്ട്. അതിനുശേഷമൊക്കെ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ കേട്ടോ.